അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നിപ്പം ഉംറയ്ക്ക് വേണ്ടി പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം, തിരക്കുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ പോകുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണിയായിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ളുഹർ നമസ്കാരം അവിടെ കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഉംറയ്ക്ക് പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ച് പോരാം. അപ്പോൾ ഈ ഒരു സമയത്ത് എത്രത്തോളം തിരക്കുണ്ടെന്ന് നോക്കാം. അത് മാത്രമല്ല, തിരക്ക് എന്തായാലും ഉണ്ടാവും അല്ലേ? നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആയിഷ പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആയിഷ പള്ളിയിലത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. തിരിച്ച് നമ്മൾ പോയി ഹറമിലെത്തി. കാരണം ഹറമിൽ നിസ്കാരത്തിന് കുറച്ച് സമയം കൂടെ ബാക്കിയുള്ള, അതിനു മുമ്പ് ഇഹ്റാം ചെയ്ത് അവിടെ എത്തി തവാഫ് പൂർത്തീകരിച്ചതിന് ശേഷം മത്താഫിലിരുന്ന് നിസ്കരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു സമയത്ത് ഉച്ചയ്ക്കൊക്കെ ചെയ്യുകയാണെങ്കിലും തിരക്ക് കുറവാണ്. എന്തായാലും തവാഫ് കഴിഞ്ഞു, മത്താഫിലിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഇനിയിപ്പോൾ ളുഹർ ഇവിടുന്ന് മത്താഫിൽ നിസ്കരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഉംറയുടെ ബാക്കി കർമ്മങ്ങളായിട്ടുള്ള സഈ പൂർത്തീകരിക്കുന്നു ഇൻഷാ അല്ലാഹ്. പിന്നെ സഈയുടെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ബാക്കി കാഴ്ചകൾ ഇൻഷാ അല്ലാഹ് കാണിക്കട്ടോ. മത്താഫിലുള്ള ഈ ഒരു മാർബിളിൻ്റെതാണ്. നമ്മൾ എത്ര തൊട്ടാലും ചെരുപ്പിടാതെ നിന്ന് കഴിഞ്ഞാലും നമ്മുടെ കാല് പൊള്ളൂല. കാരണം എത്ര ചൂടുള്ള സമയത്താണെങ്കിലും, ഞാനിപ്പോൾ നിൽക്കുന്നത് നട്ടുച്ച വെയിലത്താണ്. ഈ ഒരു സമയത്ത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇതിൻ്റെ താഴെ കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്ന്. പക്ഷേ ഇങ്ങനത്തെ മാർബിൾ ഒരു സെപ്പറേറ്റ് മാർബിളാണ്, പ്രത്യേക മാർബിളാണ്. അതായത് ചൂട് ആഗിരണം ചെയ്തിട്ട് തണുപ്പിന് ഇതാക്കുന്നത്, അല്ലെങ്കിൽ ചൂട് നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ഒരുതരം മാർബിളാണ് ഈ ഒരു മാർബിൾ കേട്ടോ. അപ്പോൾ ഇക്കാമത്ത് കൊടുത്തു. അപ്പം ഇനിയിപ്പോൾ നിസ്കരിക്കട്ടെ, ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അൽഹംദുലില്ലാഹ് ഈ ഒരു മത്താഫിൽ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കാനുള്ളൊരു ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയാം. കാരണം ഒരുപാട് പേർക്ക് അങ്ങനെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിസ്കരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണാം. ഈ കാണുന്ന പച്ച ലൈറ്റ് കണ്ട തവാഫ് ചെയ്യുന്നവിടെയും അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പച്ച ലൈറ്റ് കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ അവിടെ നിന്നാണ് തവാഫ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കഅബയെ ചുറ്റിയതിന് ശേഷം തിരിച്ചവിടെ എത്തുമ്പോൾ ഒരു തവണ പൂർത്തീകരിക്കും. അങ്ങനെ 7 തവണ നമ്മൾ ചെയ്യും. ഈ ഒരു ലൈറ്റ് നേരെ നമുക്ക് കഅബേൻ്റെ അവിടേക്ക് നോക്കുന്ന സമയത്ത് അത് ഹജറുൽ അസ്വദിൻ്റെ ഒരു നേരെ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ അടയാളപ്പെടുത്തിയതാണ്. നമുക്ക് തവാഫ് ചെയ്യുന്നവർക്ക് തെറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സഹീലെത്തിയതിന് ശേഷം സഹി ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സഹീലെത്തിയതിന് ശേഷം സഹീൽ നമുക്ക് സഫയിൽ നിന്ന് മറുവയിലേക്കാണ് തുടങ്ങേണ്ടത്. അപ്പോൾ സഫ മലയുടെ അവിടേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സഫയിലേക്ക് പോകുന്ന വഴിയും അതുപോലെ തന്നെ സഫയിൽ നിന്ന് മറുവയിലേക്ക് വരുന്ന വഴിയും ഇതുപോലത്തെ പച്ച ലൈറ്റുകൾ കാണാൻ പറ്റും. ഈ ഒരു പച്ച ലൈറ്റിൻ്റെ താഴെ പുരുഷന്മാർ ഓടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അത് നിർബന്ധമില്ല. പിന്നെ നമ്മൾ ഈ നടന്നു പോകുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് വീൽ ചെയറൊക്കെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട്. വീൽ ചെയറിൽ ഉംറ ചെയ്യുന്നവർ അതുവഴിയാണ് ചെയ്യാറ്. മുകളിൽ നമുക്ക് ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വണ്ടി സൗകര്യമുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുവഴി പുറത്തോട്ട് ഇറങ്ങി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കാണാൻ പറ്റും.
ഈ ഒരു വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഹജ്ജിന് തൊട്ട് മുമ്പായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സംവിധാനമാണ്. ഫ്രീ ആയിട്ട് മുടി വെട്ടിക്കൊടുക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ നമുക്ക് ഉംറ ചെയ്തതിന് ശേഷം മുടിയെടുക്കൽ ഉംറയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവിടെ പോയി കുറച്ച് നേരം ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ മുടി വെട്ടിക്കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് കാണാൻ പറ്റും. ഈ ഒരു ബോർഡിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ക്ലിയർ ആയിട്ട് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നമ്മൾ സാധാരണ ഈ ഒരു ട്രിമ്മർ വെച്ചുകൊണ്ട് ഷേവ് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഈ ബോർഡിന് മുകളിൽ ഫ്രീ സർവീസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു പച്ച കളറിൽ റൗണ്ട് ഇട്ട് ടിക്കറ്റ് കണ്ടിട്ടുണ്ട്. അതായത് കത്രിക വെച്ചിട്ടാണ് വെട്ടുന്നത്. ബാക്കിയുള്ള ട്രിമ്മർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലാതെ ഷേവിങ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ ഇവിടെ ചെയ്യാറില്ല. അപ്പോൾ കത്രിക ഉപയോഗിച്ചിട്ടാണ് പൂർണ്ണമായിട്ടും ഇവിടെ മുടി വെട്ടി കൊടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ വരുന്നവരെ ഉപയോഗപ്പെടുത്തുക. അറിയാത്തവർക്ക് ഇത് സൈ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ ഒരു ഭാഗം എന്ന് കാണുന്നത് പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഈ കിറ്റുകൾ കൊണ്ടുവന്ന് കാണാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുപോലെ കിറ്റുകൾ കൊണ്ടുപോയിട്ട് കിറ്റുകൾ നോമ്പ് തുറക്കുന്നവർക്ക് കൊടുക്കും. ഇതിപ്പോൾ റമദാനിലെ അവസാനത്തെ ദിവസത്തെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ദൂരെ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനസ്ഥലമാണ്. അതിൻ്റെ തൊട്ട് അടുത്ത് വലതു ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. ആ ഒരു ബിൽഡിംഗ് വെച്ച് കഴിഞ്ഞാൽ സംസം നമുക്ക് ബോട്ടിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബോട്ടിൽ കൊണ്ടുപോയിട്ട് സംസം ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെ തൊട്ട് ഇടത് ഭാഗത്തായിട്ട് നമുക്കൊരു ലോക്കർ സംവിധാനം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ബാഗും കാര്യങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അന്വേഷിച്ചാൽ കിട്ടും. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനസ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ ഇപ്പോൾ ഒരു എന്താ പറയുക ലൈബ്രറിയാണ്. പക്ഷേ ആ ലൈബ്രറിയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുമ്പ് വന്നവർക്ക് മനസ്സിലാവും അതൊരു മഞ്ഞ കളറിലായിരുന്നു. പക്ഷേ ഈ ഒരു ബിൽഡിംഗ് ഇപ്പം അത് വെള്ള കളറിലാണ് പെയിൻ്റൊക്കെ അടിച്ചു. ഇത്തവണ അത് പെയിൻ്റ് അടിച്ചതാണ്. ഈ ഒരു ഒരു ട്രോളി കൊണ്ടുവന്നുണ്ട്. അത് കിറ്റ് കൊണ്ട് അവിടെ വെച്ചതിന് ശേഷം പിന്നെ അടുത്ത കിറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. കാരണം വെച്ചാൽ നോമ്പ് തുറക്കുന്നതിന് സമയമായിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇവരെല്ലാം കൊണ്ടുവന്ന് സജ്ജാക്കി വെക്കും. ആ ദൂരെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ആ ബിൽഡിങ്ങിനാണ് സഫ മർവ നമ്മൾ സൈ ചെയ്യുന്ന ഒരു ബിൽഡിങ്ങാണിത്, ഏരിയ ആണിത് കേട്ടോ. അത്രയും നീളത്തിലാണ് നമ്മൾ സൈ ചെയ്യുന്നത്. അങ്ങനെ സൈ ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ അജിയാദ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടേക്ക് നമ്മൾ തിരിച്ചെത്തണം. ഇവിടുന്ന് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അജിയാദിലേക്ക് പോകുന്ന സമയത്ത് ഇടതുവശത്തായിട്ടൊരു വലിയൊരു മല കാണാൻ പറ്റും. വലിയ വെച്ചാൽ കുന്നാണ്. ആ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടൊരു കൊട്ടാരമൊക്കെ ഉണ്ട്. ആ കൊട്ടാരം ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. പക്ഷെ ഇതൊരു മലയാണ്. അത് പക്ഷേ ആ ഒരു മലേൻ്റെ മുകളിലാണ് കൊട്ടാരം ഉള്ളത്. ഈ മലയുടെ പേര് ജബൽ അബു ഖുബൈസ് എന്നാണ് കേട്ടോ. അപ്പോൾ ചരിത്രത്തിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ളൊരു മലയാണ്. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും ഇറങ്ങി ഹറമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഗേറ്റാണിത്, അൽ നബി ഗേറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉംറക്ക് വന്നവരൊക്കെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ വന്ന് എപ്പോഴും ഇതുവഴിയാണ് പ്രവേശിക്കാറുള്ളതെന്നാണ്. വന്ന് ഈ ഒരു ഗേറ്റ് വഴിയാണ് പോകാറുള്ളത്. അൽഹംദുലില്ലാഹ് ഉംറ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. ഉംറ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗമുണ്ട്. നമുക്ക് അജിയാദിൻ്റെ അവിടേക്കാണ് വരേണ്ടത്. അപ്പം നമ്മുടെ ഈ ഒരു ബ്രിഡ്ജിന്റെ സൈഡിൽ കൂടെ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മറ്റേ കൊട്ടാരമൊക്കെ ഉള്ള ഭാഗമുണ്ടല്ലോ, അതിലൂടെ നേരെ പുറത്തോട്ടിറങ്ങുക. പിന്നെന്ന് വെച്ചാൽ ഈ മാസ്ക് നിർബന്ധമായിട്ടും ഉംറയ്ക്ക് വരുന്നവർക്ക് ഇടാൻ നല്ല തിരക്കുണ്ട്. അപ്പം മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തിരക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ മാസ്ക് ഊരിയിട്ട് സ്വസ്ഥമായിട്ട് നടക്കാം. കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മാസ്ക് ഇട്ടിട്ട് ആ ഒരു തവാഫും സൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും എന്താ പറയുക, ഭയങ്കര ഇൻഫെക്റ്റഡ് ആയിരിക്കും പല സ്ഥലങ്ങളിലും. പ്രത്യേകിച്ച് റമദാനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ പകലിനേക്കാളും കൂടുതൽ തിരക്ക് രാത്രിയിലാണ്. അപ്പം ഏത് സമയങ്ങളിലാണ് നിങ്ങൾ വരുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോൾ ഹറമിലേക്ക് വരുന്നുണ്ടോ, സീസൺ സമയങ്ങളാണെങ്കിലും അല്ലെങ്കിലും എന്താ പറയുക, മാസ്ക് നിർബന്ധമായിട്ട് ഇടുന്നതായിരിക്കും നല്ലതായിട്ട്. കാരണം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം ഇവിടുത്തെ ഒരു ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ, പനി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം ഒരാൾ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ടിരിക്കും. അപ്പം മാസ്ക് ഇടുകയാണെങ്കിൽ ഒരു പരിധിയോടെ നമുക്ക് തടയാൻ പറ്റും. ഞാൻ എപ്പോഴും വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയാറുള്ളതാണ്. അപ്പം എന്തായാലും ഇൻഷാല്ലാ അങ്ങനെയൊക്കെ വരികട്ടെ. ശ്രദ്ധിക്കുക, നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. നമ്മുടെ ഹെൽത്ത് റെഡി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള ആളുകളിലേക്ക് നമ്മളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വൈറൽ ഇൻഫെക്ഷനുകൾ ഉണ്ടാകാതിരിക്കും. പലരും കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് വരുന്നതാണ്. അപ്പം ഇവിടെ ഒന്നും നല്ല രീതിയിൽ ബാത്തുകൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ഒരു നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ വരും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉംറ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീൽ ചെയർ സൗകര്യം വേണ്ട ആളുകൾ ഇവിടുന്ന് തന്നെ ഹറമിന് മുറ്റത്തേക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തന്നെ കൗണ്ടർ ഉണ്ട്. ഈ LED അജിയാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് LCD മോണിറ്ററിന്റെ താഴെയായിട്ട് കൗണ്ടർ ഉണ്ട്. ഇവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക, ടോക്കൺ എടുക്കുക, പേയ്മെന്റ് ചെയ്തിട്ട് എടുക്കുക. അതായത് 300 റിയാലാണ് മൊത്തം ഉംറ ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾക്ക് തവാഫ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണെങ്കിൽ 150 റിയാൽ, സൈ മാത്രം വേണമെന്നുണ്ടെങ്കിൽ 150 റിയാൽ. അപ്പം അത് ഇവിടുത്തെ ഒഫീഷ്യൽസ് ഉണ്ട്, അതായത് സൗദിയുടെ
ഇവിടുത്തെ ഗവൺമെന്റിന്. അപ്പൊ അവര് എന്താ പറയാ, അല്ലാത്ത വീൽ ചെയർ കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിനേക്കാൾ ഏറ്റവും നല്ലത് ഇവരിത് വന്ന് ഈ ഒരു വീൽ ചെയർ നമുക്ക് ഒഫീഷ്യൽസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീൽ ചെയർ സുഖമായിട്ട് പോയി ഉംറ ചെയ്ത് പൂർത്തീകരിച്ച് വരാം. അങ്ങനെ വയ്യാത്ത ആളുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതിന്റെ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ടില്ലേ ഓരോരുത്തരെ. അപ്പം ഇവിടെ നിന്നാണ് കൗണ്ടർ അവിടെയാണുള്ളത്. ഈ കൗണ്ടറിൽ നിന്ന് ടോക്കൺ എടുക്കുക, പേയ്മെന്റ് ചെയ്യാം. അവർ തന്നെ വീൽ ചെയർ സൗകര്യങ്ങൾ അവർ തരും. അതിൽ നേരെ നിങ്ങൾ അതേപോലെ എന്ത് ചെയ്യാം, താഴോട്ട് ഇറക്കി നേരെ അങ്ങനെ ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. പക്ഷെ ഈ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളുകൾക്ക്, വയ്യാത്ത നടക്കാൻ പറ്റാത്ത ആളുകൾക്ക് വളരെ ഉപകാരപ്പെട്ട സംഭവമാണ്. അപ്പം എന്തായാലും അജിയാദ് എമർജൻസി ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു കൗണ്ടർ ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അജിയാദ്, ആ ബോർഡ് കണ്ടില്ലേ, അജിയാദ് എമർജൻസി ഹോസ്പിറ്റലാണ്. ഹറമിന്റെ അവിടുന്ന് ഈ ഒരു എൻട്രൻസിന്റെ അവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ 3-ാം നമ്പർ ബാത്റൂം, ഇത് 3-ാം നമ്പർ ബാത്റൂം. അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ അജിയാദ് ഹോസ്പിറ്റലിന്റെ ബോർഡ് കാണും. അതിന് നേരെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കൗണ്ടർ. ഇൻഷാല്ലാ ഉപയോഗപ്പെടുത്താൻ വേണ്ട ആളുകൾ. എന്തായാലും ഉംറയുടെ സമയത്തുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉംറ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ആ ഒരു ഉംറ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഇത് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലർക്കും ഒരു മോട്ടിവേഷൻ, അതായത് ഇവിടെ വരണം, ഇവിടെ വന്ന് ഉംറ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്കിത് ചെയ്യാൻ വേണ്ടി വരാനുള്ളൊരു മനസ്സും കൂടെ വേണം. അപ്പോൾ അത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വലിയ സന്തോഷമാണ്. ഇവിടെ ചെയ്യുന്ന സമയത്ത് അല്ലാതെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നിസ്കാരത്തിന്റെ സമയത്തും അവിടെ ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് മാത്രം എടുത്തതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് കേട്ടോ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.